സ്മൃതികൾക്കിടയിൽ ഒരു ഗീതകം. കുടുംബബന്ധത്തിന്റെ ജയപരാജയങ്ങളിൽ തനിക്കെന്നും പരാജയമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളതെന്ന് വിലപിക്കുന്ന ഗിരിജ. മകളുമൊത്ത് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും വിധി തന്നെ തള്ളിപ്പറഞ്ഞെന്ന് പരിഭവം പറയുന്നവൾ. ബന്ധുക്കളും ഭർത്താവും ചേർന്ന് താൻ മനോരോഗി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഗിരിജയുടെ പരാതി. എല്ലാത്തിനെയും ഒരു സംശയത്തോടെ സമീപിക്കുന്നതാണോ ഗിരിജയുടെ രീതി? എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളുണ്ട്. 3 കുട്ടികളുണ്ട്. പെണ്ണാണോ ആണാണോ? പെണ്ണാണ്. മൂത്താളിന് എത്ര വയസ്സായി? 28 വയസ്സായി. 3 പേരും കല്യാണം കഴിഞ്ഞതാണോ? അവരെ കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓ, നിങ്ങൾ അറിഞ്ഞില്ല? കല്യാണം കഴിഞ്ഞത് തന്നെ അറിഞ്ഞില്ല? അതെങ്ങനെ ഒരു അമ്മ അറിയാതെ? മൂത്ത എത്ര കാലമായിട്ട് പിരിഞ്ഞ് താമസിക്കുന്നു? 10 കൊല്ലം കൊണ്ട്. 10 കൊല്ലം. ഈ 10 കൊല്ലം കൊണ്ട് 2 പേരും കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞ്. ഭർത്താവിന് എന്താ ജോലി? ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്ന വർക്കല. ചായക്കടയിലും ഹോട്ടലിലും ഒക്കെ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. കിടന്ന് ദുരിതം അനുഭവിക്കുകയാണ്. എൻ്റെ മൂത്ത മോളെ 5 വയസ്സിലാണ്ടാണ് ഗൾഫിൽ പോണത്. ഗൾഫിൽ നിന്ന് പണം അയക്കുമായിരുന്നോ? വളരെ വല്ലപ്പോഴും ഒക്കെ അയക്കത്തുള്ളൂ. പിന്നെ എങ്ങനെ പിള്ളേരൊക്കെ പഠിപ്പിച്ചു? എൻ്റെ ആങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ല, മേശം പണിയാണ്. അവൻ കൂടെ പൈസ തരയും. പിന്നെ അവിടെ ആദായം എടുക്കാൻ തെങ്ങും പ്ലാവും ഒക്കെ ഉണ്ട്. ആ പെരയിടത്തിൽ നിറച്ചുണ്ട്. 25 സെന്റ്. അത് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ? 29 സെന്റ്. അതെങ്ങനെ? അത് പലിശയ്ക്ക് പണം എടുത്താ വാങ്ങിച്ചത്. അത് ഞങ്ങളൊക്കെ അവിടെ പോയി തിരക്കി. അപ്പൊ അവരെല്ലാരും പറഞ്ഞു ഒരുപാട് നല്ല നിലയിലാണ് അവിടെ കഴിഞ്ഞത്, ഒരുപാട് സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് കഴിഞ്ഞതായി പിള്ളേരെന്നൊക്കെ പറയുന്നത്. അവ പോകുമ്പോ തന്നെ പണയം വെച്ചിട്ടാ പട്ടാമ്പിക്ക് പോകണം. എന്നിട്ട് ഞാൻ ആണുങ്ങൾക്ക് മറിച്ച് കൊടുത്തെന്നാണ് പറയുന്നത്. കുട്ടികളെയും കൊണ്ടുപോയോ? മാത്രമാണോ പോയത്? എന്റെ 2ാമത്തെ ആളെ കൂടെ കൊണ്ടുപോയി. +2 പഠിക്കുന്നു. അങ്ങ് ചെന്നപ്പോഴത്തേക്ക് കുറെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത മകളെ ഈ ഇളയ മകളെയും കൂടെ കൊണ്ടുവരാൻ അവിടെ നിന്ന് ഇളയ അനിയൻ ഉണ്ണി വേറൊരു കിഷൻകുട്ടി എന്ന് പറഞ്ഞ ഒരാളും കൂടെ ആയിട്ട് വർക്കലയ്ക്ക് വന്ന് ഞാനറിയാതെ. അപ്പോൾ എന്നിട്ട് അവിടെ മോളെ കൊണ്ടുവന്നിട്ട് മറ്റേ എവളെയും കയ്യിൽ പിറക്കെ പിടിച്ച് കെട്ടി വായിൽ തുണിയും തിരികെ അങ്ങ് കൊണ്ടുവന്ന്. അതെന്തിനാ ബലമായിട്ട് കൊണ്ടുപോകുന്നത്? ബലമായിട്ട് തന്നെ കൊണ്ടുവന്നത്. അങ്ങനെ അവളുടെ മക്കളെ അച്ഛൻ വിളിച്ചാൽ പോയില്ലേ? അപ്പോൾ എവള് വന്നില്ല. രാവിലെ ഒരു അമ്പലമുണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത്. അപ്പോൾ അവിടുത്തെ പോറ്റി വന്ന് നമ്മളെ വീട്ടിലെ മഞ്ഞപ്പൂ നട്ടിട്ടുണ്ട്, പറിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ വരയെടുക്കുകയൊക്കെ. അപ്പോൾ ഈ ആൾക്കാർ പറഞ്ഞു കൊടുത്തെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ ഇങ്ങനെ അവിടെ ആണെന്നും അങ്ങനെ എന്നെ പിടിച്ചിട്ട് അടിക്കുകയും ഞാൻ അവിടെ കിടന്ന് വിളിക്കുകയും എൻ്റെ മുടി പിടിച്ച് വലിക്കുകയും ഭയങ്കരമായിട്ട് ഞാൻ പട്ടാമ്പിയിൽ വെച്ച് ഞാൻ കിടന്ന് വിളിക്കുകയും എൻ്റെ മോളെ പിടിച്ചു കെട്ടി അങ്ങോട്ട് വന്നിട്ട് എൻ്റെ മോളെ അടിച്ച്. ഇന്ന ദിവസവും പറഞ്ഞു അനിയനെ കുട്ടി അയക്കുമ്പോഴും കൊല്ലത്തിറങ്ങിയിട്ട് ഇനി ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങിയാണ്. രാത്രിയത്തെ ട്രെയിനിനാണ് നമ്മൾ വന്നത്. അങ്ങനെ കൊല്ലത്തിറങ്ങിയിട്ട് ഇവയിരുന്ന് ഉറങ്ങുന്ന നേരം കൊണ്ട് ഞാനും എൻ്റെ മകളും കൂടെ കൊല്ലത്തിറങ്ങി. 200 രൂപ കയ്യിലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഓ, രാത്രി നിങ്ങൾ വെളുപ്പാങ്കാലമായി, നേരം വെളുക്കാറായി. നമ്മൾ ഇറങ്ങി ഓടിയിട്ട് ഒരു പച്ച സൂപ്പർ ഫാസ്റ്റ് കയറിയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തമ്പാനൂർ ഇറങ്ങിയിട്ട് ഞാനും എൻ്റെ മകളും കൂടെ പോയി തൊഴുതിട്ട് നമ്മൾ നേരെ ശംഖുമുഖത്ത് പോയി. ശംഖുമുഖത്ത് പോയപ്പോൾ അവിടെ വലയിടുകാരൊക്കെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി, അങ്ങോട്ട് കടലിലോട്ട് അങ്ങോട്ട് ചാവാനായിട്ട് അങ്ങോട്ട് പോയതും 2 പേരും ഒന്ന് 2 കയ്യിലായിട്ട് അങ്ങ് പിടിച്ച്. അയാളുമായിട്ട് ഒരു ബന്ധവുമില്ല. അനാവശ്യം പറഞ്ഞിട്ട് നടക്കുന്നതാണ്. അവർ ഭാര്യയായിട്ട് നല്ലോണം ജീവിക്കുന്നു. കുറിച്ച് സ്കൂളിലെ സാറാണ് അവള്. പിന്നെ ആശുപത്രി കിടന്നപ്പോഴൊക്കെ അവരെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ട് തരയും എൻ്റെ മോക്ക് കാശ് കൊടുക്കും. അവിടെ വെച്ചാണോ ഈ കൊച്ചിന് അസുഖം? അതിന് മുമ്പേ അസുഖം തുടങ്ങിയായിരുന്നു. ഞാൻ വേറെ ഡോക്ടറെ അടുത്ത് ചാത്തന്നൂർ കൊണ്ടുപോയി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീട്ടിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അവരുടെ മൂത്ത മോളെ എവിടെ കൊണ്ടിരുത്തും? ചെരുപ്പ് കടയിൽ? ഇല്ല, കടയിലൊന്നും കൊണ്ടുപോകില്ല. ഇവക്ക് ആകെ വയ്യാതിരിക്കുമ്പോൾ കടയിൽ എങ്ങനെ സാറേ കൊണ്ടുപോകണത്? കട ആശുപത്രിയിൽ എത്തിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ നീ എന്നെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണോ എത്തിച്ചതെന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞു ഞാൻ. അങ്ങനെ കുറേ കാലം അവിടെ കിടന്നു. ഞാൻ അവിടുത്തെ ചികിത്സയിലാണ് ഇപ്പോഴും. എന്നിട്ട് എൻ്റെ ഇടയ്ക്ക് ഒരുത്തനെ വെച്ച് എന്നെ കൈ വെട്ടിച്ച് എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതാരാണ്? അത് സുധർമണിയുടെ ഭർത്താവ് ഗോപി എന്ന് പറയും. എൻ്റെ ഒരു മനം മുറിച്ച് ഞാൻ കൊടുത്തായിരുന്നു. അതിനെ ചോദിച്ചുള്ളപ്പോ അച്ഛൻ തന്നെ അയാൾ അയച്ചോ? ഞങ്ങളെ വീട് നോക്കാനും ഞങ്ങളെ നോക്കാനെന്നും പറഞ്ഞ് അയച്ചു. അപ്പൊ അച്ഛനോട് അയാൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു? ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാന്ന്. ഇങ്ങനെ ഫോണിൽ കൂടി പറഞ്ഞു? ഫോണിൽ കൂടെ.